ഹായ് ഓൾ, വെൽക്കം ടു റീലേൺ. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 14 പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 232 232 അതിലുള്ള ചോദ്യങ്ങളും ആൻസേഴ്സുമാണ്. അപ്പോൾ നേരിട്ട് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഡിഫറെൻറ്റ് പ്രപ്പോർഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നോക്കാം. രണ്ട് ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റിയും വൈ എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റിയും ഉണ്ട്. എക്സ് ആൻഡ് വൈ. ഇവിടെ ഞാൻ വൈ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എന്ന് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? കെ ഇൻറ്റു എക്സ്. വേർ ഈ കെ എന്ന് പറയുന്ന ആളെന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. കെ എന്ന് പറയുന്ന ഈ ആളെന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ഈ കാണുന്ന വൈ എന്ന് പറഞ്ഞ ആൾ ചേഞ്ച് ചെയ്യുന്നത് എക്സ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഇത് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മാറ്റത്തെ നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റീനെ നമ്മൾ വിളിക്കുക ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയാം. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഇനി ചില സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഒരു സർക്കിളിൻ്റെ ഏരിയ, ഇപ്പോൾ ഇവിടെ ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസിനെ ഞാൻ ആർ എന്ന് വിളിച്ചു. സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? ആറാണ്. ഇതിൻ്റെ ഏരിയനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ നോക്കുമ്പം നമുക്ക് മനസ്സിലാവും രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആരൊക്കെയാണ് രണ്ട് ക്വാണ്ടിറ്റീസ്? ഒന്ന് ഏരിയ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും പിന്നെ ഒന്ന് റേഡിയസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലേ. റേഡിയസിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് പൈ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ റേഡിയസും ഏരിയയും പ്രൊപ്പോർഷണൽ ആണോ അല്ലേന്ന് അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? അപ്പം നേരത്തെ പറഞ്ഞ വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറയുന്ന ആളിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഒന്ന് ഡബിൾ ആയി എന്ന് വിചാരിക്കുക, 2 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും എന്താവണം? 2 ടൈംസ് ആവണം. എക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഒരു 3 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും എന്താവണം? 3 ടൈംസ് ആവണം. എക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എങ്ങനെയാണോ സ്കെയിൽ ചെയ്തത് അതുപോലെ തന്നെ ആരും സ്കെയിൽ ചെയ്യണം, വൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും സ്കെയിൽ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ ഒരു കോളം വരയ്ക്കുകയാണ്. ഒന്ന് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം. ആർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പിന്നെ ഒരാളെയും കൂടെ ഞാൻ തൽക്കാലം എഴുതുന്നുണ്ട് ആർ സ്ക്വയർ, റേഡിയസിൻ്റെ സ്ക്വയർ. പിന്നെ ഏരിയ, മൂന്നാമത്തെ ആളാരാണ്? ഏരിയ ആണ്. ഏരിയ. ഇനി നോക്കാം, ഞാനിവിടെ ആറിന് 1 എന്നുള്ള വാല്യൂ വെറുതെ കൊടുത്തു. സർക്കിളിൻ്റെ റേഡിയസ് ഒരു 1 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ വെറുതെ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ൻ്റെ സ്ക്വയർ ആയിരിക്കും. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. ഏരിയ കിട്ടുക പൈ ആർ സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇപ്പോൾ കിട്ടിയത് 1 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 1 പൈ എന്ന് കിട്ടും. ഇനി റേഡിയസ് ഞാനൊരു 2 ആണെന്ന് അസ്യൂം ചെയ്തു. 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളത് പൈ ഇൻറ്റു 4 ആവും. ഇനി ചോദ്യം ഇതാണ്, നമ്മുടെ ഈ റേഡിയസും ഏരിയയും പ്രൊപ്പോർഷണൽ ആണോ? അങ്ങനെ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ റേഡിയസ് ഡബിൾ ആയിക്കഴിഞ്ഞാൽ ഏരിയയും എന്താവണം? ഡബിൾ ആവണം. റേഡിയസ് ഇവിടെ നോക്കുക, 1 എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 2 എന്നുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് അത് ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഏരിയ എന്തായത്? പൈ ഇൻറ്റു 1 എന്നുള്ളത് പൈ ഇൻറ്റു 4 ആയി, അഥവാ 4 ടൈംസ് ആണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ആണെങ്കിൽ നമുക്കിതിനെ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, അത് പ്രൊപ്പോർഷണൽ അല്ല അല്ലേ. പക്ഷെ നോക്കിക്കേ, ഇവിടെ റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ആർ സ്ക്വയർ. നമ്മുടെ ഈ ഇക്വേഷനിൽ എഴുതിയപ്പോഴും ഇവിടെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അല്ലേ. ആ ആർ സ്ക്വയറും റേഡിയസിൻ്റെ സ്ക്വയറും ഏരിയയും പ്രൊപ്പോർഷണൽ ആണോ നോക്കാം. നോക്കിക്കോ, റേഡിയസിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ 1 എന്നുള്ളത് എന്തായിട്ടാണ് മാറിയത്? 4 ആയിട്ടാണ് മാറിയത്. വിച്ച് മീൻസ് 4 ടൈംസ് ആയിട്ടാണ് മാറിയത്. എന്ന് വെച്ചാൽ റേഡിയസിൻ്റെ സ്ക്വയർ എത്ര ടൈംസ് ആയി? 4 ടൈംസ്. ഇവിടെ ഏരിയയും എത്ര ടൈംസ് ആയത്? 4 ടൈംസ് ആണ് ആയത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഏരിയ ചേഞ്ചസ് directly
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വിത്ത് റെസ്പെക്ട് ടു ആർ സ്ക്വയർ. ഏരിയ ചേഞ്ച് ചെയ്യുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്? റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ വേറെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഏരിയ ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെ എഴുതാൻ പറ്റുക? √3/4 എ സ്ക്വയർ എന്നാണല്ലേ ഫോർമുല. ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ക്യാപിറ്റൽ എനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്. സ്മോൾ എനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ ഏരിയ പ്രൊപ്പോർഷണൽ ടു സൈഡ് എന്ന് എനിക്ക് ഈ ഇക്വേഷൻ വെച്ച് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ √3/4 മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എ അല്ല, പകരം എന്താ വരുന്നത്? എൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. എന്താ വരുന്നത്? സൈഡിൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ഏരിയ, ഈ കാണുന്ന ഏരിയ ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? എൻ്റെ സ്ക്വയർ അഥവാ സൈഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും ഇത് സാറ്റിസ്ഫൈ ആണെന്ന് കാണാം. ഇനി വേറൊരു എക്സാമ്പിൾ, നമുക്ക് സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ, ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എനിക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക: 180 × n-2. സമ്മിനെ തൽക്കാലം ഞാനിവിടെ എസ് എന്ന് വിളിക്കാൻ പോവാണ്. സമ്മിനെ എന്തെന്ന് വിളിച്ചു? എസ് എന്ന് വിളിച്ചു. ഇനി നോക്കുക, ഇവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സം ഓഫ് ആംഗിൾസ് ആണ്. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഇതേപോലെ ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇവിടെ 180 ആണ് അല്ലേ. പിന്നെ ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എൻ അല്ല ഉള്ളത്, n-2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സം ഓഫ് ആംഗിൾസ് നമ്പർ ഓഫ് സൈഡിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പകരം എന്ത് പറയാൻ പറ്റും? സം ഓഫ് ആംഗിൾസ് അഥവാ എസ് എന്ന് പറയുന്ന ആൾ n-2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് 180 ആണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു ടേം കൂടെ ഉണ്ട്. അതെന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പഠിച്ചപ്പോൾ അതേപോലത്തെ പരിപാടി തന്നെ. എക്സ് എന്ന് പറഞ്ഞിട്ടും വൈ എന്ന് പറഞ്ഞിട്ടും ക്വാണ്ടിറ്റി ഉണ്ട്. y ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ y ഈസ് ഈക്വൽ ടു k/x. നേരത്തെ k ഇൻറ്റു എക്സ് എന്നുള്ളതിന് പകരം ഇവിടെ എന്തായി? k/x എന്നായി. വിച്ച് മീൻസ് y ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/x. ശ്രദ്ധിക്കുക, ഇവിടെ k ഇൻറ്റു 1 ചെയ്താൽ എന്തിനെ കിട്ടും? k എന്ന് കിട്ടും. അടിയിൽ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ k/xന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം തന്നെയാണ് എന്ത്? k ഇൻറ്റു 1/x. ശ്രദ്ധിച്ചേ, ഇവിടെ y എന്ന് പറയുന്ന ടേം എക്സിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല. പകരം ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? 1/x, റെസിപ്രോക്കൽ ഓഫ് എക്സിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇങ്ങനെയുള്ള ടേംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതിനാണ് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ എഴുതെങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു k/x എന്ന് പറയുന്ന ഒരു ഫോമിൽ വരണം. അവിടെ k എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? k എന്ന് പറയുന്ന ആൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പേജിലുള്ള എല്ലാ ചോദ്യങ്ങളുടെ ആൻസറും ചെയ്യാം. ഇനി നേരിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1 2 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്ന് ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു സ്ക്വയർ ഓഫ് ലെങ്ത്സ് ഓഫ് സൈഡ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഏരിയാസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് സൈഡ്സ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യുന്നത് സൈഡിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അങ്ങനെയെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്താണെന്നാണ് ചോദ്യം.
ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. എന്താണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ്, ഈ കാണുന്ന 3 സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ ഞാനിവിടെ എ എന്ന് വിളിച്ചു. ഒരു സൈഡിന് എന്താ വിളിച്ചത്? എ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ 3 സൈഡും എന്ത് തന്നെയായിരിക്കും? എ സെൻറ്റിമീറ്റേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ്, ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ ടു എന്തെന്ന് വിളിച്ചു? എ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ ഇസ് ഈക്വൽ ടു √3/4 എ സ്ക്വയർ എന്നാണ് ഫോർമുല അല്ലേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/4 എ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇതൊരു ഇക്വേഷനായി ആയല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു √3/4 എ സ്ക്വയർ. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആരാണ്? മാറാത്ത വാല്യൂ ആരാ? √3/4 ആണ്. അവനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് ഈ സൈഡിൽ ഏരിയ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ആരാളുള്ള? എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എ സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൻസർ കഴിഞ്ഞു. ഏരിയ ചേഞ്ചസ് പ്രൊപ്പോർഷണലി with respect to side square of side, square of side. ഇനി ഇവിടെ ചോദിച്ചത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? അവിടെ മാറാതിരിക്കുന്ന ആൾ √3/4. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ആളാരാണ്? √3/4. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം എങ്ങനെയാണ്? ആർ ദ ഏരിയാസ് ഓഫ് സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് സൈഡ്സ്. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല, പകരം എന്താണ്? സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സിൻ്റെ ഏരിയ ആർക്ക് പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചോദിച്ചാൽ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് സൈഡ്. ഒരു സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയറിന്, സൈഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്താണ്? ചെയ്ത് നോക്കാം. സ്ക്വയറിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം അല്ലേ? എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡിന് ഞാൻ എ എന്ന് വിളിച്ചാൽ എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും? എ എന്ന് പറഞ്ഞ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിൻ്റെ ലെങ്ത്തിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇത് നേരത്തെ പോലെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു അല്ലേ? ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടോ? ഇവിടെ ഏരിയ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ എന്നാണ്. കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടോ? കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. ആരാ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് കാണിച്ചു തരാം. ഏരിയ ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഇവിടെ 1 × എ സ്ക്വയർ എന്ന് എഴുതി കൂടെ? 1 × എ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് എ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്താണ്? ഏരിയ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഏരിയയും സൈഡിൻ്റെ സ്ക്വയറും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ of square is proportional to square of length of one side. സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് വൺ സൈഡ്. ഇവിടെ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ആ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എടുക്കുക എന്നാണ് മീനിങ് അല്ലേ? ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്താ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മാറാതിരിക്കുന്ന ആൾ ആരാ? മാറാതിരിക്കുന്ന ആൾ 1 ആണ്. 1-നൊരു ചേഞ്ചും വരില്ല അല്ലേ? അപ്പം 1 ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നേരെ രണ്ടാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസിഡർ ഓൾ റെക്റ്റാങ്കിൾസ് ഓഫ് ഏരിയ 1 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ല, ഒരുപാട് റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ ഏരിയ എന്താവണം? 1 സ്ക്വയർ മീറ്റർ ആവണം. ആ എല്ലാ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എത്രയാണ്? 1 സ്ക്വയർ മീറ്റർ ആണ്. ഇനി ബാക്കി ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സച്ച് റെക്റ്റാങ്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് അതർ സൈഡ്. റെക്റ്റാങ്കിളിന് 4 സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ 4 സൈഡിൽ ഒരാൾ ബ്രെഡ്ത്തും അടുത്ത ആൾ എന്താണ്? ലെങ്ത്തുമാണ്. അത് ഓപ്പോസിറ്റ് ആയിട്ട് ബ്രെഡ്ത്തുകളും ലെങ്ത്തുകളും വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു ലെങ്ത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലെങ്ത്ത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു?
ലെങ്ത് ഓഫ് അതർ സൈഡ് എന്ന് വെച്ചാൽ ബ്രെഡത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് ദിസ് റിലേഷൻ ആസ് എൻ ആൾജിബ്രായിക് ഇക്വേഷൻ. നമ്മൾ ചെയ്യേണ്ടത് ആ റിലേഷൻ ഒരു ആൾജിബ്രായിക് ഇക്വേഷനായിട്ട് നമ്മൾ എഴുതണം. ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ? അത് പ്രൊപ്പോർഷൻ്റെ ടേമിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഈ കാണുന്ന ആൾ ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കേണ്ട റെക്റ്റാങ്കിൾ തന്നെയാണ്. ഇതിൻ്റെ ലെങ്ത്തിനെ ഞാൻ തൽക്കാലം എന്തെന്ന് വിളിച്ചു? എൽ എന്ന് വിളിച്ചു. ബ്രെഡത്തിന് എന്തെന്ന് വിളിച്ചു? ബി എന്ന് വിളിച്ചു. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് എഴുതാൻ പോവാണ്. ലെറ്റ് sides of rectangle are L and B. സൈഡ്സിനെ ഞാൻ വിളിച്ചത് ലെങ്ത്തിന് L എന്നും ബ്രെഡത്തിന് എന്താ വിളിച്ചത് B എന്നുമാണ്. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ എന്ത് മാറരുത്? നമ്മുടെ ഈ കാണുന്ന 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ആൾ മാറരുത്. എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? നമ്മുടെ ആൻസറിലേക്ക് എഴുതണ്ട, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറയാം. ഏരിയ കണ്ടുപിടിക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ 1 മീറ്റർ, ഇത് കിട്ടുന്നത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് 1 മീറ്റർ സ്ക്വയർ. ഈ 1 മീറ്റർ സ്ക്വയർ മാറരുത്. പക്ഷേ ലെങ്ത്തും ബ്രെഡ്ത്തും മാറ്റിക്കാണ്ട് ഒരുപാട് റെക്റ്റാങ്കിൾസ് നമുക്ക് നോക്കണം. നോക്കിക്കോ, ലെങ്ത്ത് ഞാൻ കുറച്ചൊന്ന് കൂട്ടി, ലെങ്ത്ത് കുറച്ചെന്ത് ചെയ്തു? കൂട്ടി. അങ്ങനെയാണ് ഈ ബ്രെഡ്ത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കുറയേണ്ടി വരും. ഇനി കുറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ എന്തായി പോവും? മാറിപ്പോവും. അത് കീപ്പ് ചെയ്യണമെങ്കിൽ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ലെങ്ത്ത് കൂട്ടി എന്ത് ചെയ്യണം? ബ്രെഡ്ത്ത് കുറയ്ക്കണം. ഇനി ലെങ്ത്ത് കുറച്ചാലോ ബ്രെഡ്ത്ത് എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെയുള്ള ഒരു ബന്ധം. അപ്പോൾ നമുക്കതിനെ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ കാണാനുള്ള ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത്തിന് അവിടെ വിളിച്ചത് എന്താ? എൽ എന്നാണ് വിളിച്ചത്. എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി ചെയ്ത അവിടെ എത്ര കിട്ടുക? ഏരിയ കിട്ടും. ഏരിയ അവിടെ ഫിക്സഡ് വാല്യൂ ആണ്. എത്രയാണ്? 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അത് എഴുതി കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ നമുക്ക് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ? എന്താ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 1. ഇനി ഇത് പ്രൊപ്പോർഷൻ്റെ ടേംസിൽ എങ്ങനെ പറയാൻ പറ്റും? പ്രൊപ്പോർഷൻ്റെ ടേംസിൽ നിങ്ങൾ നോക്കിക്കോ, ലെങ്ത്ത് കൂടിയാൽ ബ്രെഡ്ത്ത് കുറയണം, ലെങ്ത്ത് കുറഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണോ? അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഇവിടെ എൽ ഇൻറ്റു ബി ഈക്വൽ ടു 1 എന്ന് എഴുതി. അതിൽ എൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 1 ഉണ്ട്, ബി അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ബി ആവും. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു 1 ബൈ ബി എന്ന് കിട്ടും. വിച്ച് മീൻസ് എൽ ആൻഡ് ബി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ജസ്റ്റ് ആവുന്ന എഴുതിയാൽ മതി. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് are inversely proportional. Length and breadth are inversely proportional. ഇനി അടുത്ത ചോദ്യം, ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും കൂടെ അതിൻ്റെ കൂടെ പറയണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇവിടെ മാറാതിരിക്കുന്ന ആളാരാ? ഇവിടെ മാറാതിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 1 അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആരായിരിക്കും? 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് പ്രൊപ്പോർഷൻ്റെ ടേംസിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ തന്നെ നമ്മൾ ആൻസർ ക്ലിയർ ആണ്. ഈ സാധനം നമ്മൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്, എഴുതൊന്നും വേണ്ട. ഓക്കെ, ഇനി അടുത്ത നേരെ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ഓൾ ട്രയാങ്കിൾസ് ഓഫ് ഫിക്സഡ് ഏരിയ. ഇവിടെ കുറച്ച് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ട്രയാങ്കിൾസ് ഒക്കെ എന്താണ്? ഫിക്സഡ് ഏരിയ ആണ്. നമ്മൾ എത്ര ട്രയാങ്കിൾ കൺസിഡർ ചെയ്തോ അത്രയും ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ഏരിയ മാറുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഒരു 10 മീറ്റർ സ്ക്വയർ ഉള്ള ഏരിയയുള്ള ട്രയാങ്കിളാണ് എടുത്തതെങ്കിൽ ഞാൻ പിന്നെ എടുക്കുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും എന്തായിരിക്കണം? 10 മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം. ഇനി ബാക്കി, ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ? പ്രൊപ്പോർഷൻ്റെ ടേമിൽ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? എന്തിനെ സ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കുന്ന? ദ റിലേഷൻ ബിറ്റ്വീൻ ആർക്ക് തമ്മിലുള്ള റിലേഷൻ? ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് സൈഡ്, ആ ട്രയാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്ത്, ആൻഡ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ആ ലോങ്ങസ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫിഗർ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ ബാക്കി, വാട്ട് ഇഫ് വി യൂസ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ലോങ്ങസ്റ്റ് സൈഡ്? ഇപ്പോൾ നമ്മളെടുത്ത ലോങ്ങസ്റ്റ് സൈഡാണ്, പകരം ഷോർട്ടസ്റ്റ് സൈഡ് എടുത്താൽ എന്ത് സംഭവിക്കുന്നു?
ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? നിങ്ങൾ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇതാണ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ പോലത്തെ ഒരുപാട് ട്രയാങ്കിൾസ് നമ്മൾ എടുക്കണം. ആ ട്രയാങ്കിൾസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ട്രയാങ്കിൾസിൻ്റെയൊക്കെ ഏരിയ എന്ന് പറയുന്ന ആൾ, ഏരിയ എന്തായിരിക്കണം? ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കണം. ഫിക്സഡ് വാല്യൂ ആയിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾക്ക് ആവശ്യമുണ്ട്. ഏരിയ എന്തായിരിക്കണം? ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഏരിയ മാറരുത്, അത്രയേ ഉള്ളൂ. ഇനി ട്രയാങ്കിളിന് സ്വാഭാവികമായിട്ട് 1, 2, 3 സൈഡ് ഉണ്ടാവും. 3 സൈഡ് ഉണ്ട് അല്ലേ? അതിൽ ഒരു സൈഡ് ഏറ്റവും വലിയ സൈഡാണ്. അതിനെ കൺസിഡർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡ്, തൽക്കാലം ഇതാണ് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സൈഡാണ് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് വിചാരിക്കുക. ഈ ലോങ്ങസ്റ്റ് സൈഡും പിന്നെ ആ ലോങ്ങസ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്തും നോക്കിക്കോ. ലോങ്ങസ്റ്റ് സൈഡ് ഈ കാണുന്ന ചങ്ങായിയാണ് അല്ലേ? ഇതിന് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഇപ്പോൾ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആരാ വരിക? ദാ ഇവിടെ കാണുന്ന ഈ ഒരു വെർട്ടെക്സ്. ആ വെർട്ടെക്സ് നിന്ന് അങ്ങോട്ട് താഴോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ദാ ഇങ്ങനെ വരും. ഇങ്ങനെ വരും ഏകദേശം അല്ലേ? ആ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സിമ്പിളി ഉദ്ദേശിക്കുന്നത്? ഹൈറ്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഹൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ താഴെ കാണുന്ന ഈ ഒരു സൈഡിനെ, ലോങ്ങസ്റ്റ് സൈഡിനെ തൽക്കാലം ഞാൻ ബി എന്ന് വിളിക്കാൻ പോവുകയാണ്. എന്താ വിളിക്കുന്നത്? ബി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റിനെ അല്ലെങ്കിൽ ആ പെർപെൻഡിക്കുലറിനെ ഞാൻ ഹൈറ്റ് ആയതുകൊണ്ട്, നമുക്ക് ഹൈറ്റ് ആണെന്ന് അറിയാം, അതിനെ എന്തെന്ന് വിളിച്ചു? എച്ച് എന്നും വിളിച്ചു. ഇനി ജസ്റ്റ് ഈ കാര്യം ഒന്ന് എഴുതി വെക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ട്രയാങ്കിൾ എന്താ വിളിച്ചത്? ബി എന്നാണ് വിളിച്ചത്. അതുപോലെ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഞാൻ എന്താ വിളിച്ചത്? എച്ച് എന്നാണ് വിളിച്ചത്. ഇനി നോക്കിക്കോ, തൽക്കാലം ഏരിയേനെയും കൂടെ ഞാൻ വിളിക്കുന്നുണ്ട്. ഏരിയേനെ എന്തെന്ന് വിളിച്ചു? എ എന്ന് വിളിച്ചു. ഏരിയ ഇസ് ഈക്വൽ ടു എ. എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയല്ലേ? ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡ്, ഇത് അവിടെ ഒരു സൈഡ് ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ആ സൈഡിലേക്കുള്ള ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലർ. അപ്പോൾ അവിടെ എച്ച് ഇവിടെ അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും എ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും എന്താണ്? ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഇവിടെയും ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്, 1/2. അപ്പോൾ ഞാനിവിടെ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, ഞാൻ ഈ 2നെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക? 2 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 1BH. 1BH എന്ന് പറഞ്ഞാൽ BH എന്ന് കിട്ടും അല്ലേ? ഇനി ഞാനിവിടെ എഴുതാൻ പോവാണ് ബി ഇസ് ഈക്വൽ ടു, ഈ ബി ഇല്ലേ അതിനവിടെ നിർത്തി, എച്ചിന് അങ്ങോട്ട് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? ബി ഇസ് ഈക്വൽ ടു 2A ഡിവൈഡഡ് ബൈ എച്ച്. ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2A ഡിവൈഡഡ് ബൈ എച്ച്, അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു 2A ഡിവൈഡഡ് ബൈ ബി എന്ന് എഴുതിയാലും മതി. ബി ഇസ് ഈക്വൽ ടു 2A ഡിവൈഡഡ് ബൈ എച്ച്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ 2A എന്ന് പറയുന്ന ടേം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. എന്താണ്? കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതെങ്ങനെ കോൺസ്റ്റൻ്റ് ആയി? കാരണം എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ഫിക്സഡ് വാല്യൂ ആണെന്ന് പറഞ്ഞു. 2നെ ആ ഫിക്സഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനെ കിട്ടുക? 2A എന്ന് പറയുന്ന ആളും എന്തായിരിക്കും? ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ആരൊക്കെയാണ്? ബിയും എച്ചും എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പം ബി ആൻഡ് എച്ച് ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എച്ച് എന്ന് പറയാം. ഒന്ന് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് കാര്യം മാത്രം ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് സൈഡ് വിച്ച് മീൻസ് ബി, ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വെച്ചാൽ എച്ച്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, നമ്മൾ ഈ ലോങ്ങസ്റ്റ് സൈഡിന് പകരം ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിഗറിലേക്ക് വരാം. ഈ കാണുന്ന ഫിഗറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡിന് പകരം ഷോർട്ടസ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്തെങ്കിലോ? ഫോർ എക്സാമ്പിൾ ഷോർട്ടസ്റ്റ് സൈഡിനെ നമ്മൾ എ എന്ന് വിളിച്ചു. ഷോർട്ടസ്റ്റ് സൈഡിനെ എന്നോ ബിന്നോ എന്തെങ്കിലും വിളിക്കാം, എ എന്ന് വിളിക്കാം. ഇവിടെ നിന്നിട്ടുള്ള ഹൈറ്റിന് നമ്മൾ വീണ്ടും ഒരു എച്ച് എന്നുള്ള വാല്യൂ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ് വരിക, ഒരു മാറ്റം വരില്ല. ഏരിയ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എച്ച് തന്നെ വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് എ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 2A ഡിവൈഡഡ് ബൈ എച്ച് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഈ പറഞ്ഞ പരിപാടികളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പോൾ ജസ്റ്റ് ലോങ്ങസ്റ്റ് സൈഡ് എടുത്താലും ഷോർട്ടസ്റ്റ് സൈഡ് എടുത്താലും എന്താണ്? ആ സൈഡ്
ആ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ജസ്റ്റ് ആ കാര്യം മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി, ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് വി ടേക്ക് ഷോർട്ടർ സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ലോങ്ങർ സൈഡിന് പകരം ഷോർട്ടർ സൈഡ് എടുത്താലും ദ എബോവ് റിലേഷൻ വിൽ ഹോൾഡ്. ആ തൊട്ട് മേലെ പറഞ്ഞ റിലേഷൻ എന്ത് ചെയ്യും, അതുപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യും, ഹോൾഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഒരു ചോദ്യം കൂടിയാണ് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള. ആ ചോദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: ഇൻ റെഗുലർ പോളിഗൺസ് can we say the relation between number of sides and the measure of an outer angle? നോക്കാം, ഇവിടെ റിലേഷൻ ആര് തമ്മിലുള്ള ചോദിക്കുന്നു? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ആൻഡ് ഒരു ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? ഈ രണ്ട് ആളുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് പ്രൊപ്പോർഷൻ്റെ ടേംസിൽ പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്താണ്? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ റെഗുലർ പോളിഗണിനെ പറ്റിയാണ് പറയുന്നത്. റെഗുലർ പോളിഗൺ എന്താണ്? ഈ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു പോളിഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ പോളിഗണിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ. എന്താണ്? ഒരു പോളിഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ പോളിഗണെ വിളിക്കുന്ന പേരാണെന്ത്? റെഗുലർ പോളിഗൺ. അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിനെ ഞാൻ തൽക്കാലം എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ച്? എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വൺ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? വൺ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ n ആണെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ? പോളിഗണിൻ്റെ എല്ലാ ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 360 ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ 360നെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കിക്കോ, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? വൺ ഔട്ടർ ആംഗിളും നമ്പർ ഓഫ് സൈഡും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വൺ ഔട്ടർ ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ to the number of sides ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് 360 ആണ്. ആരാണ്? 360 എന്ന് പറയുന്ന ഈ നമ്പറാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്പർ 14 പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.